ഹലോ ഡിയേഴ്സ്, ഒരുപാട് ചങ്കുകൾക്കുള്ളൊരു സംശയമാണ്. ഈസി ടോപ്പിക്സ് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ മാത്സിൽ എത്ര മാർക്ക് കിട്ടും, ഡബിൾ പാസ് കിട്ടുമോ, A+ കിട്ടുമോ എന്നുള്ള രീതിയിലെല്ലാം ഒരുപാട് പേർക്ക് സംശയമുണ്ടാകാം. നമ്മൾ പ്രൂഫ് വെച്ചാണ് കാര്യങ്ങൾ പറയുന്നത്. എന്ന് വെച്ചാൽ കഴിഞ്ഞ പബ്ലിക് എക്സാമിന് വന്ന ആ ഒരു കാര്യങ്ങൾ നോക്കിയിട്ട് ഈസി ടോപ്പിക്സ് മാത്രം പഠിച്ചു പോയവർക്ക് എത്രത്തോളം സ്കോർ ചെയ്യാൻ സാധിക്കുമായിരുന്നു എന്നാണ് നമ്മൾ നോക്കുന്നത്. സോ ഓരോ ചാപ്റ്ററിലെയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യനുകളാണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് നോക്കാം. നമ്മൾ പറയാറുണ്ട് റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ്, അതിൽ നിന്ന് ഇക്വാലൻസ് റിലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാറുണ്ട്. സോ അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ പബ്ലിക് എക്സാമിന് മാർച്ച് 2024 വന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഇതിന്റെ സൊല്യൂഷൻ. അപ്പോൾ അതൊക്കെ ലിങ്ക് കമന്റ് ബോക്സിലുണ്ട്. ചങ്കിലെ നമ്മുടെ കമ്മ്യൂണിറ്റി കൂടിയുണ്ട്, അതിലും നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ആക്കുക. ഇതുപോലുള്ള വീഡിയോകളുടെ ഒക്കെ ലിങ്ക് പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ എക്സാമുമായി ബന്ധപ്പെട്ട ട്രിക്കുകൾ കാര്യങ്ങളൊക്കെ അതിനകത്ത് നമ്മൾ പറയുവാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം എന്തായാലും ഇതിനകത്ത് ഈ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇനിയിപ്പം ബൈജക്റ്റീവ് ഭാഗത്ത് നിന്ന് 1-1, 1-2 അല്ലെങ്കിൽ ഇൻവേർട്ടിബിൾ ഒക്കെ ചെക്ക് ചെയ്യാനുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട്. അതും ഈസിയാണ്, നിങ്ങളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ. അപ്പോൾ അവിടെ നിന്ന് എന്തായി, ഒരു 3 മാർക്ക്. അപ്പോൾ കഴിഞ്ഞ വർഷം ഇവിടെ 3ഉം ഇവിടെ 1 മാർക്കായിരുന്നു. ഇതും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 7 മാർക്കായില്ലേ? ഓക്കെ, 7 മാർക്കായി. ദെൻ ചിലപ്പം കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷനും അതിനകത്ത് ഈസിയായുള്ള ടോപ്പിക്കാണ്. FOG കാണാനും FOG അതുപോലെ GF ഒക്കെ കാണുവാനുള്ളത്. സോ അതുകൂടി നിങ്ങൾ പഠിക്കുക. ദെൻ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി എന്ന് എപ്പോഴും പ്രിൻസിപ്പൽ വാല്യൂ കാണാനുള്ള വളരെ ഈസി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ 1 മാർക്ക്. അങ്ങനെയും കഴിഞ്ഞ വർഷം ഈ രീതിയിൽ ഈ ക്വസ്റ്റ്യനാണ് ചോദിച്ചത്. സോ നമുക്കിവിടെ 8 മാർക്കായില്ലേ? ഇനി നമുക്ക് അപ്പോൾ 8 മാർക്കിന് നമുക്ക് സെറ്റായി. ഇനി അതിനകത്ത് മാട്രിക്സ്, എപ്പോഴും ഒരു മാട്രിക്സ് തന്നിട്ട് സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മാട്രിക്സ് ഈ ഒരു അങ്ങനെയായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറയും. അപ്പോൾ അതിന് ഒരു 3 മാർക്ക്. പിന്നെ മാട്രിക്സ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യാൻ അതിനൊരു 6 മാർക്കും. അപ്പോൾ 8ഉം 3ഉം 11ഉം 17 മാർക്കായി. ഓക്കെ, അപ്പം നമുക്കിനി ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. 17 മാർക്ക് ഒരു ക്വസ്റ്റ്യൻ, 6 മാർക്ക് എന്ന് പറഞ്ഞാൽ അപ്പം 17 മാർക്ക്. ദെൻ കണ്ടിന്യൂറ്റിയുമായി ബന്ധപ്പെട്ട് കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്യാനുണ്ടാവും. അതുപോലെ തന്നെ കെയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ ചിലപ്പം കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞിട്ട് കെയുടെ വാല്യൂ അല്ലെങ്കിൽ എയുടെയോ ബിയുടെയോ ഒക്കെ വാല്യൂ കണ്ടുപിടിക്കാനൊക്കെ ഉണ്ടാവും. അപ്പോൾ കഴിഞ്ഞ വർഷം ചോദിച്ച ഈ ഒരു ക്വസ്റ്റ്യൻ, അപ്പോൾ അതിനകത്ത് 3 മാർക്ക്. അപ്പോൾ 17 3 നമുക്ക് എത്രയായി, 20 മാർക്കായി. അപ്പോൾ കണ്ടിന്യൂറ്റി എന്ന് പൊതുവേ നിങ്ങൾക്കൊരു 3 മാർക്ക് വളരെ സിമ്പിളായിട്ട് സ്കോർ ചെയ്യാവുന്ന ഒരു ഏരിയ കൂടിയാണ്. ദെൻ കഴിഞ്ഞ വർഷം പിന്നീട് അപ്പം 20 മാർക്കായില്ലേ അവിടെ, 20ഉം പിന്നീട് നമുക്കിപ്പം ഇവിടെ ഒരു ഡിഗ്രി ആൻഡ് ഓർഡർ കാണുവാനുള്ള ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ എത്രയായി, 21ആയി. അപ്പം ഇതൊക്കെ നമ്മൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാം. ഈ ഡിഗ്രിയും അതുപോലെ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിലെ പെട്ടെന്ന് നമുക്ക് ചെയ്യുവാനുള്ള ട്രിക്കുകളും കാര്യങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ. അപ്പോൾ അതിനകത്ത് കാര്യങ്ങളെല്ലാം, ഇതിൻ്റെ സൊല്യൂഷൻ കാര്യങ്ങളെല്ലാം നമ്മൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കാണുക. അപ്പോൾ എത്രയായി, ഇവിടെ 21ആയി. ദെൻ വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 21ഉം പിന്നീട് നമ്മുടെ വെക്റ്റർ ആൾജിബ്രയിലോട്ട് പോകുമ്പോൾ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് 3 മാർക്കിനാണ്. അപ്പം 4 മാർക്കിന്. അപ്പോൾ 21ഉം 25ഉം പിന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ 2 മാർക്കിനാണ്. അപ്പം 27 മാർക്കായില്ലേ? ഓക്കെ, അപ്പോൾ 27 മാർക്ക് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഇത് A+B A-B സിമ്പിളായിട്ട് കാണുവാനുള്ള എളുപ്പമാണ്. അതുപോലെ യൂണിറ്റ് വെക്റ്റർ പെർപെൻഡിക്കുലർ ടു ബോത്ത് A+B ആൻഡ് A-B. അപ്പം ഈ ഒരു രീതിയിലും നമ്മൾ ഈ വെക്ടറുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോയും നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാം. അതുപോലെ പ്രൊജക്ഷൻ വെക്ടറുമായി ബന്ധപ്പെട്ട് കാണാനുണ്ടാകും. അതുപോലെ ചിലപ്പം ഏരിയ ഓഫ് ട്രയാങ്കിൾ, കൊളീനിയാരിറ്റി ചെക്ക് ചെയ്യാൻ, പാരലോഗ്രാമിൻ്റെ ഏരിയ കാണുവാൻ, ഡോട്ട് പ്രൊഡക്റ്റ്, ക്രോസ് പ്രൊഡക്റ്റ്, ആംഗിൾ കാണുവാൻ, അതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം. വെക്ടർ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അപ്പോൾ 27 ഇവിടുന്ന് ആയല്ലോ. ദെൻ പിന്നീട് നമുക്ക് 3D ജോമെട്രിയാണ്. 3D ജോമെട്രിയുമായി ബന്ധപ്പെട്ടപ്പോൾ 27 അവിടെയായി. ഇവിടെ 4 മാർക്കിന്. എപ്പോഴും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്ക്യൂ ലൈൻസ് വളരെ ഈസിയാണ്. അപ്പം 27ഉം 4ഉം 31. സോ ഇതുമായി ബന്ധപ്പെട്ട് ഉടനെ തന്നെ നമ്മളൊരു വീഡിയോകൾ ചെയ്യും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനൊക്കെ എനേബിൾ ആക്കി വെക്കുക. 31 മാർക്കായി. ദെൻ ഇതിൽ നിങ്ങൾ ഇക്വേഷൻ ഓഫ് ലൈന്, വെക്റ്റർ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ കാർട്ടീഷ്യൻ ഇക്വേഷൻ ആക്കാനും, കാർട്ടീഷ്യൻ ഇക്വേഷൻ വെക്റ്റർ ഇക്വേഷൻ ആക്കാനും, അതുപോലെ ആംഗിൾ ബിറ്റ്വീൻ വെക്ടറും ഡിസ്റ്റൻസ് ബിറ്റ്വീൻ വെക്ടേഴ്സും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, കാണുവാൻ പഠിക്കണം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററാണ്. അപ്പോൾ 31 മാർക്കായി. ദെൻ ലീനിയർ പ്രോഗ്രാമിംഗ് വളരെ സിമ്പിളായിട്ട് പഠിക്കേണ്ട ഒരു നമുക്ക് എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു ഏരിയയാണ്. 6 മാർക്ക്. അപ്പോൾ അവിടെ 31ഉം 6ഉം എത്രയായി, 37ആയി. അപ്പം ഡബിൾ പാസ് അങ്ങോട്ട് 18 36 കഴിഞ്ഞില്ലേ? അപ്പം ഇത്രയും വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതിന്ന് 37ആയി. ഇനി നമുക്ക് കുറച്ചുകൂടി ഒന്ന് ചെറിയ രീതിയിൽ നമ്മളൊന്ന് മനസ്സിലാക്കണം, എന്നാലും ഈസി ആയിട്ടുള്ള ഒരു കുറച്ചുകൂടി ഏരിയ ഉണ്ട്. അപ്പോൾ 37 ഇവിടെ തന്നെയായി. ഇനി നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ് നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഒരു 4 മാർക്ക്, ഇവിടെ ഒരു 6 മാർക്ക്. അപ്പോൾ എത്രയായി, 37ഉം 6ഉം 43 മാർക്കായി.
മനസ്സിലായില്ലേ? ഇനി ഈ മറ്റ് ചാപ്റ്റേഴ്സിൽ നിന്ന് നിങ്ങളിപ്പോൾ ഇതിനകത്ത് നിന്ന് പിന്നെ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് നിന്ന് മാക്സിമം മിനിമം കാണാൻ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ വോളിയം ചിലപ്പോൾ ചോദിക്കാറുണ്ട്. ഇവിടെ സർക്കിൾ ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പം ഇതിനകത്ത് നിന്ന് മാത്സിലെ എളുപ്പമുള്ള ടോപ്പിക്കുകൾ നമ്മൾ പറഞ്ഞു. ഇനിയും ഇതിനകത്ത് ചില കാര്യങ്ങളൊക്കെ എളുപ്പമുള്ളതുണ്ട്. കഴിഞ്ഞ ക്രിസ്മസ് എക്സാമുമായി ബന്ധപ്പെട്ട അത്തരത്തിൽ നമ്മൾ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാം. അപ്പോൾ അതൊക്കെ നിങ്ങൾ കാണുക. അതുപോലെ നിങ്ങൾ ഇത് മാത്രം പഠിച്ചാൽ ഒരു പ്രശ്നം എന്താണെന്നറിയോ? പലപ്പോഴും ഈ ചാപ്റ്ററിൽ നിന്ന് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് ചിലപ്പം വിചാരിച്ച രീതിയിൽ അങ്ങോട്ട് സ്കോർ എന്തില്ല വരണമെന്നില്ല. എന്നിരുന്നാലും ആദ്യം നിങ്ങൾ ഇതന്നെയാണ് പഠിക്കേണ്ടത്. എന്നതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, മറ്റ് ചാപ്റ്റേഴ്സിലും ഈസി ആയിട്ടുള്ള കുറച്ച് നമുക്ക് ഏതെങ്കിലും കുറച്ചെങ്കിലും ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്തെത്തിയില്ലെങ്കിൽ പോലും അതിൻ്റെ സ്റ്റെപ്പുകൾ, കാര്യങ്ങൾ, ഇക്വേഷൻ അതിനൊക്കെ അതിനകത്ത് സ്കോർ മാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യനുകളൊക്കെ ഉണ്ടാവും. അപ്പം അതൊക്കെ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ A+ലോട്ടൊക്കെ എത്തുവാൻ സാധിക്കും. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏതൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൂടി നിങ്ങൾ കാണുക. അപ്പം ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.